ഹായ്, ഇത് കണ്ടോ ഞാനിപ്പോ എവിടെ നിൽക്കുന്നത്? നമ്മുടെ പാവയ്ക്കാത്തോട്ടത്തിലാണേ. അപ്പൊ ഇന്ന് കുറച്ച് പാവയ്ക്കയുടെയും ചോരക്കയുടെയും പ്ലമ്മിന്റെയും ഒക്കെ വിളവെടുപ്പാണ്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് വിളവെടുപ്പ് വീഡിയോ കണ്ടാലോ? ഇപ്പൊ രണ്ടാം തവണയാണ് നമ്മൾ പാവയ്ക്ക വിളവെടുക്കുന്നത്. ആദ്യത്തെ എൻ്റെ വിളവെടുപ്പിന്റെ വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. അത് ഇടയ്ക്ക് ഒരു ഫ്രണ്ട് വന്നപ്പോൾ അവർക്ക് കുറച്ച് പറിച്ചു കൊടുത്തു വിട്ടതാണ്. ഇവിടെയൊക്കെ കുഞ്ഞു പാവയ്ക്കകൾ ഒരുപാട് പിടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അധിക നാളൊന്നും ഇതുണ്ടാവില്ല, 1 മാസം കൂടെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്കിവിടെ അതികഠിനമായ തണുപ്പ് തുടങ്ങുവാണ്. അപ്പോൾ ഇതെല്ലാം നശിച്ചു പോകും. തണുപ്പാകുമ്പോൾ ഇതെല്ലാം അഴുകിപ്പോവും. ഈ വർഷം നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് പതിവിലും അധികം വിളവ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആപ്പിളിന്റെയും പേറിന്റെയും ഒക്കെ വിളവെടുപ്പ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. നമുക്ക് പാവയ്ക്ക മാത്രമല്ല, ധാരാളം വെജിറ്റബിൾസ് ഉണ്ട്, പല വെറൈറ്റി വെജിറ്റബിൾസ് ഉണ്ട്. ഈ നമ്മൾ തന്നെ നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കുന്ന പച്ചക്കറികളൊക്കെ ഇങ്ങനെ വിളവെടുക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. നമ്മൾ കഴിച്ചില്ലേലും നമുക്കത് ഭയങ്കര സന്തോഷമാണ്. അത് പറിച്ച് മറ്റുള്ളവർക്ക് കൊടുത്താലും മതി. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ സന്തോഷം. നമ്മുടെ പയറാണേലും വാളം പയർ ഇപ്രാവശ്യം ഉണ്ടായേക്കുന്ന ഈ പർപ്പിൾ പയറാണ്. പർപ്പിൾ ബീൻസും ഉണ്ട്, നമുക്ക് പർപ്പിൾ പയറും ഉണ്ട്. എല്ലാം പർപ്പിൾ മയമാണ് ഇപ്രാവശ്യം. പിന്നെ ഇവിടെ നിൽക്കുന്ന പച്ച പാവയ്ക്കയാണ്, പച്ച കളറിലെ. അപ്പൊ അതെനിക്ക് കുറച്ച് അബദ്ധം പറ്റി. ഇതിന് വലിപ്പം വയ്ക്കാത്തത് കൊണ്ട് ഇത് മൂത്തതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇനിയും വലുതാകുമെന്ന് വിചാരിച്ച് നിർത്തി. അപ്പൊ അതേ കുറച്ചൊക്കെ ഇങ്ങനെ പഴുത്തു പോയിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. ഇതിന്റെയൊക്കെ കുരു എടുത്ത് വെക്കാം. ഈ പച്ചപ്പാവയ്ക്ക ഞാനിവിടെ ഒരു ബംഗ്ലാദേശി ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അതിന്റെ തൈ മേടിച്ച് നട്ടതാണ്. നമ്മുടെ വെള്ളപ്പാവയ്ക്ക മുഴുവൻ നാട്ടിൽ നിന്ന് അതിന്റെ കുരു കൊണ്ടുവന്ന് കിളിർപ്പിച്ചതാണ്. നമ്മുടെ ഗാർഡൻ വീഡിയോസിലൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ വെജിറ്റബിൾസിന്റെ വിത്ത് എവിടെന്നാ കൊണ്ടുവന്നേന്നൊക്കെ. അപ്പോൾ നമ്മുടെ നാടൻ പച്ചക്കറികളെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വിത്ത് കൊണ്ടുവന്ന് മുളപ്പിക്കുന്നതാണ്. ഇലയും പാവയ്ക്കയും ഒരേ കളറാ. ഇത്രയും പാവയ്ക്കയാണ് നമ്മുടെ ഈ കൊട്ട നിറയെ കിട്ടിയിട്ടുണ്ടെന്ന്. വെള്ളപ്പാവലും പച്ചപ്പാവയ്ക്കൊക്കെ ആയിട്ട്. അടുത്തത് കുറച്ച് പർപ്പിൾ ബീൻസ് വിളവെടുക്കാം കേട്ടോ. ഈ ബീൻസ് നമ്മളിവിടെ ലിഡിലിന്ന് അതിന്റെ വിത്ത് വാങ്ങി നട്ടതാണ്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ പർപ്പിൾ ബീൻസ് ഉണ്ടാകുന്നത്. ഇത് ചൂട് തട്ടിക്കഴിയുമ്പോൾ ഇതിന്റെ കളറങ്ങ് മാറി പച്ച കളറാകും കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചൂട് തട്ടുമ്പോൾ ഒരുപക്ഷെ അതിന്റെ ആ പിഗ്മെന്റ് നശിച്ചു പോകുന്നതായിരിക്കും. ബീൻസിന് പർപ്പിൾ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് നശിച്ചു പോകുമായിരിക്കും, എനിക്കറിയില്ല. ഏതെങ്കിലും കെമിസ്ട്രി ടീച്ചേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന്. നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. പിന്നെ പേഴ്സണലി അറിയാവുന്നവർ പേഴ്സണലിയും ചോദിക്കാറുണ്ട്. നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണ്. അപ്പൊ അതിനിടയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ എവിടുന്ന സമയം കിട്ടുന്നതെന്ന്. അവരോടൊക്കെ എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ സമയം താനേ വന്നോളും. അതുപോലെ തന്നെ നമുക്കിവിടെ അധികം പറമ്പൊന്നും ഇല്ല കേട്ടോ. ഏകദേശം 1 സെന്റോളം വരുമായിരിക്കും. അവിടെയാണ് ഞങ്ങൾ ഇത് മുഴുവൻ നട്ടേക്കുന്നത്. അതിലും പകുതി സ്ഥലവും ടൈൽസ് ആണ്. അവിടെ ചട്ടികളിലും പിന്നെ ഉള്ള പറമ്പിലും ഒക്കെ നട്ടാണ് ഞങ്ങൾ ഇതൊക്കെ വളർത്തുന്നത്. ഇതൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പൊന്നു വിളയിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ കുറച്ച് തക്കാളിയും കൂടെ വിളവെടുക്കുന്നുണ്ട്. ഇത്രയും തക്കാളിയാണ് ഇന്ന് കിട്ടിയേക്കുന്നത്. പിന്നെ നമ്മുടെ പ്രീക്ലി ക്യൂക്കമ്പർ ആണിത്, അതും ഒരെണ്ണം വലുത് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിളവെടുക്കുന്നതിന് കുറച്ച് പച്ചക്കറികളൊക്കെ നമ്മുടെ അമ്പലത്തിലേക്ക് കൊടുക്കണം. അവിടെ അന്നദാനം ഉള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൊടുക്കണം. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വഴുതനയാണ്. അതിന്റെ നീളം നോക്കിക്കേ, എന്തോരം നീളമാന്ന്. അപ്പൊ അങ്ങനെ കുറെ വഴുതനങ്ങ ഇന്നിപ്പോ വിളവെടുക്കുന്നുണ്ട്. നമുക്ക് പല ടൈപ്പിലുള്ള വഴുതനങ്ങ ഉണ്ട് ഇവിടെ. വെള്ള കളറും പച്ചക്കളറും വയലറ്റ് കളറും ഒക്കെ ആയിട്ട് കുറെ ടൈപ്പ് വഴുതനങ്ങയുണ്ട്. ഞാൻ ഈ വീഡിയോ തന്നെ അത് കാണിക്കാം. പിന്നെ വെണ്ടയ്ക്കയുണ്ട്, പച്ചമുളകുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോകളിലും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ചുരയ്ക്ക പടുത്തേക്കുന്ന ഷെഡാണ്. അതേ താഴോട്ടൊക്കെ ചുരയ്ക്ക് തൂങ്ങി കിടപ്പുണ്ട്. ഷെഡിന്റെ മുകളിലും ഒക്കെ ചുരയ്ക്ക ഒത്തിരി വിളവെടുക്കാനായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ നമുക്കിന്ന് കുറച്ച് ചുരയ്ക്ക വിളവെടുക്കണം. ഇവിടെ സൈഡിൽ കൂടെയും ഒരു ചുരയ്ക്ക നിപ്പുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ഇന്ന് വിളവെടുക്കുന്നുണ്ട്. ഷെഡിന്റെ മുകളിലുണ്ടായിരുന്ന 2 പേരെ ഇങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, എന്നെക്കായും വലിയൊരു ചുരയ്ക്കയാണ് ഇത്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങ് പറിക്കുക. എന്റെ കൈ നിൽക്കുമെന്ന് തന്നെ അറിഞ്ഞില്ല. അല്ലമ്മേ. ഇനി നമ്മുടെ പ്ലം ആണ്. പ്ലമ്മിന്റെ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് കുറച്ച് പ്ലം പറിച്ചെടുക്കാൻ പോവാണേ.
പ്ലം ആണെങ്കിലും കുറെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് പറിച്ചോണ്ട് പോയി, താഴത്തേക്ക് നിന്നൊക്കെ അവർ പറിച്ചോണ്ട് പോയി. ഇനിയിപ്പം എനിക്ക് എത്തുന്നതൊക്കെ ഞാൻ ഇവിടെ നിന്ന് നിലത്തുനിന്ന് പറിക്കുവാണ്. പിന്നെ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൂട്ട് പിക്കർ വെച്ച് പറിച്ചെടുക്കാം മുകളിൽ നിന്ന്. നല്ല സ്വീറ്റ് ആൻഡ് ക്രഞ്ചി ആണിത്. ഒത്തിരി പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുകൊണ്ട് ജാം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ജാമിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവര് അതൊന്ന് കണ്ടു നോക്കണേ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ജാം, അധികം പഞ്ചസാരയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പലതരം ഫ്രൂട്ട് ട്രീസ് ഉണ്ട് നമുക്ക്, സ്ട്രോബെറിയും പലതരം ഉള്ളത് കൊണ്ട് ജൂലൈ മുതൽ നമുക്ക് എപ്പോഴും ഫ്രൂട്ട്സ് ഉണ്ടാവും. സമ്മർ ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സമ്മറിൽ പഴം മാത്രമാണ്, വാഴപ്പഴം മാത്രമാണ് കടയിൽ നിന്ന് വാങ്ങുന്നത്. അല്ലാതെ ഒന്നും മാറി എപ്പോഴും ഫ്രൂട്ട്സ് കാണും കേട്ടോ. ഇത് നമ്മുടെ ഫ്രൂട്ട് പിക്കർ നമ്മൾ ആപ്പിൾ പറിക്കുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പൊ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇന്ന് നമ്മൾ ഇത്രയും പ്ലം ആണ് എടുത്തേക്കുന്നത്. ഷെയ്ഡ് കാരണം അത് ശരിക്കും കാണാൻ പറ്റുന്നില്ല. പ്ലം കുറച്ച് പെയർ പറിച്ചിട്ടുണ്ടായിരുന്നു. പെയറിന്റെ മരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു, അതുകൊണ്ടാണ് അത് പിന്നെ കാണിക്കാത്തത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉള്ളി വിളവെടുക്കാം. നമ്മൾ കുറച്ച് ഉള്ളി നമ്മുടെ ചട്ടിയിൽ ഉണ്ടായിരുന്ന ഉള്ളി വിളവെടുക്കാതെ വിട്ടു. അപ്പൊ അത് കുറച്ച് നാളൂടെ നിന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതേ തനിയെ തന്നെ ഇപ്പൊ കിളുത്ത് വന്നേക്കോ കുറച്ച് ഉള്ളി. അപ്പൊ നമ്മൾ അതൊന്ന് പറിച്ചെടുക്കുവാണേ. ഉള്ളി നേരത്തെ വിളവെടുത്തതിന്റെ വീഡിയോയും ഉള്ളി നടുന്നതിന്റെയും കാര്യങ്ങളും അതിന്റെ വളപ്രയോഗങ്ങളും ഒക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിശദമായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും കാണിക്കാത്തത്. നമ്മൾ ഒരു ഉള്ളി നട്ടുകൊടുത്താൽ തന്നെ അതിനകത്തൊരു 10-15 ഉള്ളി ഉണ്ടാവും കേട്ടോ. നമ്മൾ കറി വെക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഉള്ളിയാണ് ഇവിടെ നട്ടുകൊടുത്തേക്കുന്നത്. അപ്പൊ അത് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു 1.5 കിലോയോളം ഞാൻ നേരത്തെ വിളവെടുത്തിരുന്നു. ഒരു 12 ഉള്ളിയാണ് ഞാൻ അന്ന് നട്ടു കൊടുത്തിരുന്നത്. അപ്പൊ അതില് ബാക്കി ഒരു 4 ഉള്ളിയാണ് ഇതിനകത്ത് ഈ ചട്ടിയിൽ നിന്നത്. ബാക്കി ഒരു 8 ഉള്ളിയോളം ഞാൻ വെളിയിലാണ് നട്ടു കൊടുത്തത്. ആ 8 ഉള്ളിയിൽ നിന്നാണ് അന്ന് നമുക്ക് 1.5 കിലോയോളം ഉള്ളി നമ്മൾ വിളവെടുത്തത്. ഇപ്പൊ ഇതേ ബാക്കിയും കൂടെ ഞാനിത് പറിച്ചെടുത്തിട്ടുണ്ട്. പറിച്ചെടുത്ത് ഇനി നമ്മളിത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെയാണ് എടുക്കുന്നത്. അതിന്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ നേരത്തെ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ അതിലേക്കൊന്നും പോകാത്തത്. നല്ല വലിപ്പമുള്ള ഉള്ളിയാണ്. ഒരു ചെറിയ സവോള ഉള്ളിയുടെ അത്രയും വലിപ്പമുണ്ട്. നമ്മൾ ചുമന്നുള്ളി നട്ടതാണ്. നമ്മൾ അതെല്ലാം കഴുകി എടുത്തിട്ട് ഇനി അതൊന്ന് അതിന്റെ സ്കിന്നൊക്കെ ഉണങ്ങി വരുന്നത് വരെ എടുത്തിട്ട് വേണം പിന്നെ നമ്മൾ അതിനെ സേവ് ചെയ്യാൻ. അപ്പൊ നമ്മുടെ പച്ചക്കറികള് വെണ്ടയ്ക്കയും ക്യൂക്കമ്പറും വഴുതനങ്ങയും പാവയ്ക്കയും തക്കാളിയും ഒക്കെയാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടില് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃഷികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പോൾ മിക്കതിന്റെയും നമ്മുടെ നാടൻ പച്ചക്കറികളുടെ മിക്കതിന്റെയും വിത്ത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പല വെറൈറ്റീസ് വഴുതന ഉണ്ടെന്ന്. ഇത് ഇതുണ്ട്, വെള്ള വഴുതന, പർപ്പിൾ വഴുതന ഒക്കെ ഉണ്ട്. ഇനി വേറൊരു വെറൈറ്റി പർപ്പിൾ വഴുതനയും കൂടെ ഉണ്ട്. അത് കുറച്ചൊരു ഡാർക്ക് പർപ്പിൾ ആണ്. ഇത് കണ്ടോ, ഇത് അധികം വലിപ്പം വെക്കില്ല, പക്ഷെ ഇത് കൊലയായി ഉണ്ടാവും. ഒരു കൊലയിൽ ഒത്തിരി വഴുതന ഉണ്ടാവും. അപ്പൊ ഇതിന്റെ എല്ലാം വിത്തുകൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ആസ്റ്റർ ഇപ്പൊ പുതുതായിട്ട് ഉണ്ടായതാണ്. നേരത്തെ വീഡിയോയിലൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതിന്റെ പല കളറുണ്ട്, വയലറ്റ്, വെള്ള, മജന്ത ഒക്കെ ആയിട്ട് നല്ല സുന്ദരി പൂക്കളാണ്. അത് കുറച്ച് വൈകിപ്പോയി പൂക്കാനായിട്ട്. നമ്മളത് പാകി കിളിർത്ത് വന്നപ്പോഴേക്കും കുറച്ച് സമയം എടുത്തായിരുന്നു. അതുകൊണ്ടാണ് അത് പൂക്കാൻ വൈകിയത്. അതാണ് ഇപ്പൊ പുതിയ അഡിഷൻ. പിന്നെ പെറ്റൂണിയയുടെ പല കളേഴ്സ് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് പെറ്റൂണിയയുടെ കുഞ്ഞു പൂവാണ്, ചുമപ്പ്. പിന്നെ ഇവിടെ ഈ മൾട്ടി കളർ പെറ്റൂണിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെയും കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് 1-2 സൂര്യകാന്തി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞു സൂര്യകാന്തിയാണ്. പിന്നെ നമ്മുടെ ഡാലിയ ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് റോസാണ്. റോസും ഒക്കെ ഇപ്പൊ പൂക്കൾ കുറഞ്ഞിട്ടുണ്ട്. ആദ്യം റോസൊക്കെ നിറയെ പൂത്ത് നിൽക്കുന്ന വീഡിയോ ആദ്യത്തെ ഗാർഡൻ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവര് അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു വലിയ കാര്യമാണ്. നമുക്കത് ഒരു ഹാർഡ് വർക്കായിട്ട് തോന്നത്തേയില്ല. ജോലി സ്ഥലത്ത് നിന്നൊക്കെ സ്ട്രെസ് ആയിട്ട് വരുമ്പോ ഇവരോടൊക്കെ വന്ന് ഇച്ചിരി നേരം വർത്താനം പറഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ സ്ട്രെസ് ഒക്കെ മാറി നല്ല ഒരു ഹാപ്പിനെസ് കിട്ടും. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.